ഒന്നാം പദം 5 ആകുന്ന പലതരം സമാന്തര ശ്രേണികൾ കണ്ടല്ലോ. ഇതിലെല്ലാം ആദ്യ 3 പദങ്ങളുടെ തുക കണ്ടു നോക്കാം. എല്ലാറ്റിലും തുക 15 തന്നെയാണല്ലോ കിട്ടുന്നത്. ഇത് നടുവിലെ പദമായ 5ന്റെ 3 മടങ്ങാണല്ലോ. ഇനി മൂന്നാം പദം 5 ആകത്തക്ക വിധം ഒരു സമാന്തര ശ്രേണി എഴുതിയാലോ? പൊതുവ്യത്യാസം 2 ആകാം അല്ലേ? അപ്പോൾ ശ്രേണി 1, 3, 5, 7, 9 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയായിരിക്കുമല്ലോ. ഈ 5 പദങ്ങളുടെ തുക എന്താണ്? 25 അല്ലേ? ഇനി പൊതുവ്യത്യാസം 1 ആയാലോ? ശ്രേണി 3, 4, 5, 6, 7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയായിരിക്കുമല്ലോ. ഈ 5 പദങ്ങളുടെ തുക എന്താണ്? 25 തന്നെ അല്ലേ? ഈ 25 നടുവിലെ പദമായ 5ന്റെ 5 മടങ്ങാണല്ലോ. ഇനി ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ ഏതെങ്കിലും 7 പദങ്ങളുടെ തുക കണ്ടു നോക്കാം. 1, 3, 5, 7, 9, 11, 13 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 7 പദങ്ങളാണ്. ഇവയുടെ തുക എന്താണ്? 49 അല്ലേ? ഇത് നടുവിലെ പദമായ 7ന്റെ 7 മടങ്ങാണല്ലോ. 3, 4, 5, 6, 7, 8, 9 എന്നിവ മറ്റൊരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 7 പദങ്ങളാണ്. ഇവയുടെ തുക എത്രയാണ്? 42 അല്ലേ? ഇത് നടുവിലെ പദമായ 6ന്റെ 7 മടങ്ങാണല്ലോ. പൊതുവെ പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദത്തിന്റെയും അതിന്റെ മുന്നിലും പിന്നിലും തുടർച്ചയായ ഒരേ എണ്ണം പദങ്ങളുടെയും തുക നടുവിലെ പദത്തിന്റെയും പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലമാണ്. ഒരു പദവും അതിന്റെ മുന്നിലും പിന്നിലും തുടർച്ചയായ ഒരേ എണ്ണം പദങ്ങളും എടുത്താൽ ആകെ കിട്ടുന്ന പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയായിരിക്കുമല്ലോ. അപ്പോൾ ഈ കാര്യം മറ്റൊരു തരത്തിലും പറയാം. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറെ പദങ്ങൾ എണ്ണം ഒറ്റസംഖ്യയായി എടുത്താൽ അവയുടെ തുക നടുവിലെ പദത്തിന്റെയും പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലമാണ്.